നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ത്യൻ വിപണിയിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പ്രതീക്ഷയുടെ ദിനങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നും ഇന്ത്യൻ വിപണിയെ സംബന്ധിച്ച് അങ്ങേയറ്റം പ്രധാനപ്പെട്ട ഒരു ദിവസം തന്നെയാണ്. കാരണം ഇന്ത്യയുടെ റീറ്റെയിൽ പണപ്പെരുപ്പ ഡാറ്റ ഇന്നാണ് പുറത്തു വരാനിരിക്കുന്നത്. ഇനി രാജ്യത്തെ ചില്ലറ വിലക്കയറ്റ സൂചിക 4% താഴെ എത്തുമെന്നാണ് അനുമാനം. ഇനി വിലക്കയറ്റം ഇനിയും കുറയുകയാണെങ്കിൽ പലിശ നിരക്ക് വീണ്ടും കുറയ്ക്കാനുള്ള സാധ്യതകൾ അവിടെ കാണുന്നുണ്ട്. ഇനി ഗ്ലോബൽ മാർക്കറ്റുകളെല്ലാം ഇന്നലെ നെഗറ്റീവിലായിട്ട് കൂടി ഇന്ത്യൻ വിപണിയിൽ നല്ലൊരു റിക്കവറിയാണ് കാണാൻ സാധിച്ചത്. അതെല്ലാം പ്രതീക്ഷകൾ തന്നെയാണ്. ഇന്ന് പുലർച്ചെ ക്ലോസ് ചെയ്ത US മാർക്കറ്റുകളിലേക്ക് വീണ്ടും US ഒരു സെൽ ഓഫിന്റെ ദിവസമാണ് കടന്നുപോയത്. താരിഫുകളെ കുറിച്ചുള്ള സമ്മിശ്ര വാർത്തകൾ കാരണം വിപണി അസ്ഥിരമായിരുന്നു. എന്നാൽ ഉക്രൈൻ റഷ്യ വെടിനിർത്തലിന്റെ പ്രതീക്ഷകൾ ചില ഓഹരികൾ ഉയരാനുള്ള കാരണമായി. ഇനി ഇന്നലത്തെ ഹൈലൈറ്റ് ആയ ഒരു വാർത്തയുണ്ടായിരുന്നത് കനേഡിയൻ സ്റ്റീലിനും അലുമിനിയത്തിനും 50% വരെ താരിഫ് ഇരട്ടിയാക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാവുന്നു എന്നുള്ള സൂചനകൾ തന്നെയാണ് ഇത് തരുന്നത്. ഇനി US പ്രധാനപ്പെട്ട സൂചികയായ S&P 500 പോയാൽ ഓൾ ടൈം ഹൈ ആയ 6144 നിന്ന് ഏകദേശം 10% ഇടിവാണ് ഇപ്പോൾ ഉണ്ടാക്കിയത്. ഒരു മാർക്കറ്റ് കറക്ഷൻ തന്നെയാണ് ഇത് എന്ന സൂചനകൾ തന്നെയാണ് നൽകുന്നത്. ഇനി ഇന്നലെ US ലേബർ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ജോബ് ഓപ്പണിംഗ്സ് ഡാറ്റ പുറത്തു വന്നു. ജോബ് ഓപ്പണിംഗ്സിൽ ഒരു വർധനവ് കണ്ടു. ഈ ഡാറ്റ US മാർക്കറ്റുകൾക്ക് പോസിറ്റീവ് ആണെങ്കിലും ഇപ്പോഴത്തെ ഈ താരിഫ് ടെൻഷനുകൾ നിലനിൽക്കുന്നത് കാരണമാണ് മാർക്കറ്റുകൾ വീണ്ടും ഇടിഞ്ഞത്. ഇനി ഇന്നലെയും S&P 500 വേഴ്സ്റ്റ് പെർഫോമേഴ്സായി മാറിയത് ടെക് സ്റ്റോക്കുകൾ തന്നെയായിരുന്നു. ഇതുകൊണ്ട് തന്നെ US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കുകയാണെങ്കിൽ ഇൻഫോസിസും വിപ്രോയും ഇടിയുകയുണ്ടായി. ഇൻഫോസിസ് 2.42%, വിപ്രോ 1.26% ഇടിഞ്ഞു. ബാങ്കിങ് സൈഡിൽ ICICI ബാങ്ക് 1.53% നേട്ടമുണ്ടാക്കി. HDFC ബാങ്ക് 1.73%. ഡോക്ടർ റെഡ്ഡി ഒരു മ്യൂട്ടഡ് അവസ്ഥയിലുമാണ് ക്ലോസ് ചെയ്യുന്നത്. അടുത്തതായി യൂറോപ്യൻ വിപണി ഇന്നലെയും ഇടിയുകയുണ്ടായി. സമീപ ദിവസങ്ങളിലായി നല്ല വൊളറ്റാലിറ്റി കാണിക്കുന്ന ക്രിപ്റ്റോ കറൻസിയിൽ ബിറ്റ്കോയിൻ 5% നേട്ടമുണ്ടാക്കി. ഈ ട്രേഡ് ടെൻഷനുകൾക്കിടയിലും സ്പോട്ട് ഗോൾഡ് ഇന്നലെ 1% നേട്ടമുണ്ടാക്കി. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് പവന് 64,160 രൂപയാണ്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് ഇവിടെ മോർണിംഗ് റിപ്പോർട്ടായി നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. മാത്രമല്ല, ആർക്കെങ്കിലും നമ്മുടെ എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ 50% ഡിസ്കൗണ്ടോടുകൂടി ഇപ്പോൾ ജോയിൻ ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. തൊട്ടുമുകളിൽ ഇവിടെ നൽകിയിരിക്കുന്ന ഫോൺ നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് 200 ലൈക്കുകൾ തന്നെയാണ്. എല്ലാ സുഹൃത്തുക്കളും ലൈക്ക് ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളിലേക്ക്. ആദ്യം, സ്റ്റീൽ, അലുമിനിയം എന്നിവയുടെ ആസൂത്രിതമായ താരിഫ് കാനഡയ്ക്ക് 25% മുതൽ 50% വരെ ഇരട്ടിയാക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൊവ്വാഴ്ച പറയുകയുണ്ടായി. ഏതായാലും ഈ ഒരു പ്രസ്താവനയോടെ വ്യാപാര യുദ്ധം കൂടുതൽ ശക്തിപ്പെടും എന്ന കാര്യത്തിൽ തർക്കമില്ലാതെയായിരിക്കുന്നു. ഇനി ഇന്ത്യൻ ടെലികോം സെക്ടറുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. ഇന്ത്യൻ ടെലികോം മേഖലയിൽ ആദ്യ സ്ഥാനത്തുള്ളത് ജിയോ തന്നെയാണ്. തൊട്ടു പിന്നിലായി ഭാരതി എയർടെൽ കടുത്ത മത്സരമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇന്നലെ വന്ന ഒരു വാർത്ത അനുസരിച്ച് ഭാരതി എയർടെൽ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു കമ്പനിയായ SpaceX സ്റ്റാർലിങ്കുമായി ഒരു കരാറിൽ ഏർപ്പെടുന്നു. സർക്കാർ അനുമതിക്ക് വിധേയമായി സ്റ്റാർലിങ്ക് ഇന്റർനെറ്റ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ എയർടെൽ സ്റ്റാർലിങ്കുമായി സഹകരിക്കുന്നു. ഏതായാലും സ്റ്റാർലിങ്കുമായുള്ള കരാർ എയർടെലിനെ സംബന്ധിച്ച് വളരെയേറെ പോസിറ്റീവ് ആവാൻ സാധ്യതയുണ്ട്. ജിയോയ്ക്ക് ഇത് വലിയൊരു ഭീഷണിയാവാനും സാധ്യതയുണ്ട്. പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളിലേക്കാണ്. ആദ്യം അദാനി ഗ്രീൻ എനർജി. അദാനി ഗ്രീൻ എനർജിയുടെ അനുബന്ധ സ്ഥാപനം ആന്ധ്രാപ്രദേശിലെ കടപ്പയിൽ 250 മെഗാവാട്ട് സൗരോർജ്ജ പദ്ധതി കമ്മീഷൻ ചെയ്തു. ഇതോടെ കമ്പനിയുടെ മൊത്തം പ്രവർത്തന ശേഷിയുള്ള പുനരുപയോഗ ഊർജ്ജശേഷി 12,591.1 മെഗാവാട്ടായി ഉയർന്നിരിക്കുന്നു. അടുത്തത് TVS മോട്ടോഴ്സ് എന്ന കമ്പനി. IFQM TVS മോട്ടോഴ്സിലെ ഓഹരി പങ്കാളിത്തം 18.18% കുറച്ചതിനാൽ TVS മോട്ടോഴ്സിന്റെ അസോസിയേറ്റ് കമ്പനിയായി ഇനി ഇതിനെ കണക്കാക്കാൻ കഴിയില്ല. അടുത്തതായി ONGC NTPC ഗ്രീൻ എനർജി പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ കമ്പനികൾ അയന റിന്യൂവബിൾ പവർ ലിമിറ്റഡ് എന്ന കമ്പനിയെ ഏറ്റെടുക്കുന്നതിന് ഇന്ത്യയുടെ കോമ്പറ്റീഷൻ കമ്മീഷൻ അംഗീകാരം നൽകിയിരിക്കുന്നു. അടുത്തത് കെയ്ൻസ് ടെക്നോളജീസ് എന്ന കമ്പനിയാണ്. ഘടനാപരമായ ഡിജിറ്റൽ ഡാറ്റാബേസ് വിപുലീകരിക്കുന്നതിൽ ലംഘനങ്ങൾ ആരോപിച്ച് അതിൻ്റെ MDക്കെതിരെ സെബിയിൽ നിന്ന് ഒരു കാരണം കാണിക്കൽ നോട്ടീസ് ലഭിച്ചിരിക്കുന്നു. അടുത്തതായി ടാറ്റ കൺസൾട്ടൻസി സർവീസസ് ആണ്, TCS. ദർശിത സദേൺ ഇന്ത്യ ഹാപ്പി ഹോംസിൻ്റെ 100% ഇക്വിറ്റി ഷെയറുകൾ 2,250 കോടി രൂപയ്ക്ക് TCS ഏറ്റെടുത്തു. അടുത്തത് RVNL എന്ന കമ്പനിയാണ്.
കമ്പനിക്ക് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ നിന്ന് 554.64 കോടി രൂപയുടെ പുതിയൊരു പ്രൊജക്റ്റ് ലഭിച്ചിരിക്കുന്നു. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, രാവിലെ 9 മണി മുതൽ 3:30 വരെ എല്ലാ എഡ്യൂക്കേഷൻ വ്യൂസും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിലാണ് നമ്മൾ നൽകാറുള്ളത്. ഈ എഡ്യൂക്കേഷൻ വ്യൂസിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായി അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. കമൻറ്റ് ബോക്സിൽ നമ്മൾ അതിൻ്റെ ലിങ്ക് നൽകിയിട്ടുണ്ട്. 50% ഡിസ്കൗണ്ടോട് കൂടി ജോയിൻ ചെയ്യാനുള്ള ഒരു അവസരം കൂടി ഇപ്പോഴുണ്ട്. അതുകൊണ്ട് എല്ലാവരും പരമാവധി ഇത് ഉപയോഗിക്കാൻ ശ്രമിക്കുക. അടുത്തത് സോട്ട ഹെൽത്ത് കെയർ എന്ന കമ്പനിയാണ്. കമ്പനി അതിൻ്റെ സബ്സിഡറി ആയ ദാവ ഇന്ത്യ ഹെൽത്ത് മാർട്ടിൽ 1.33 ലക്ഷം ഇക്വിറ്റി ഷെയറുകൾ വാങ്ങിയിരിക്കുന്നു. അടുത്തതായി ട്രായിൽ നിന്നും വന്ന പുതിയ ഡാറ്റയാണ്. റിലയൻസ് ഇൻഡസ്ട്രീസ് റിലയൻസ് ജിയോ 39.06 ലക്ഷം സബ്സ്ക്രൈബേഴ്സിനെ ഡിസംബറിൽ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഭാരതി എയർടെൽ 10.33 ലക്ഷം സബ്സ്ക്രൈബേഴ്സിനെയാണ് ഡിസംബർ 2024 ആഡ് ചെയ്തിരിക്കുന്നത്. എന്നാൽ വോഡാഫോൺ ഐഡിയയുടെ കസ്റ്റമേഴ്സിൽ 17.15 ലക്ഷം സബ്സ്ക്രൈബേഴ്സിനെ അവർക്ക് ഡിസംബറിൽ നഷ്ടപ്പെട്ടു. ഇനി ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ ഇൻഡസിൻ ബാങ്ക്, സെയിൽ, BSE, ഹിന്ദുസ്ഥാൻ കോപ്പർ, മണപ്പുറം ഫിനാൻസ് എന്നിവയാണ്. അടുത്തതായി FIDA ആക്ടിവിറ്റിയിലേക്കാണ്. ഇന്നലെ 2824 കോടി രൂപയ്ക്കാണ് FI സെല്ല് ചെയ്ത്. DIS ആവട്ടെ 2002 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് ഇന്നലെയും US മാർക്കറ്റ് ഇടിയുകയുണ്ടായി. പ്രധാനമായും താരിഫും അതുകൂടാതെ റിസഷനും തന്നെയാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രൈം ഫോക്കസിലുള്ളത്. ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകൾ ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.14% ഇടിവിലാണ്. കോസ്പി മാർക്കറ്റ് 0.94% നേട്ടത്തിലും ട്രേഡ് ചെയ്യുന്നു. ഇന്ന് ഇപ്പോൾ ഓപ്പൺ ചെയ്ത ഗിഫ്റ്റ് നിഫ്റ്റി ഉള്ളത് 22,546 എന്ന നിലയിലാണ്. ഇപ്പോൾ 6 മണി കഴിഞ്ഞ് 45 മിനിറ്റാണ് സമയം. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഏകദേശം 15 മുതൽ 20 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. ക്രൂഡ് ഓയിലിന്റെ ഇന്നത്തെ നിലവാരത്തിലേക്ക്. ട്രേഡ് ടെൻഷനുകൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇന്നലെ ക്രൂഡ് ഓയിൽ ക്ലോസ് ചെയ്യുന്നത് പോസിറ്റീവിൽ തന്നെയായിരുന്നു. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഉള്ളത് $69.82 പെർ ബാരൽ എന്ന നിലയിൽ 0.07% ഇടിവിലാണുള്ളത്. WTI ട്രേഡ് ചെയ്യുന്നത് $66.52 പെർ ബാരൽ എന്ന നിലയിൽ 0.41% നേട്ടത്തിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഇന്ന് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്കാണ്. ആദ്യം ഇന്നലെ ക്ലോസ് ചെയ്ത നിഫ്റ്റിയിൽ നിന്ന് ആരംഭിക്കാം. 22,498 37 പോയിന്റ്സ് ഉയർന്നാണ് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ഗ്ലോബൽ മാർക്കറ്റുകളുടെ വീക്ക്നെസ് കാരണം 115 പോയിന്റ്സ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് ഇന്നലെ നിഫ്റ്റിക്ക് ഉണ്ടായത്. അതിനുശേഷം ഇപ്പോൾ നിഫ്റ്റി സ്ട്രെങ്ത് കാണിക്കുന്നു എന്നതിൻ്റെ സൂചന തന്നെയാണ് 37 പോയിന്റ്സ് ഉയർന്ന് ഇന്നലെ ക്ലോസ് ചെയ്യാനുള്ള കാരണമായത്. ഇന്നലെ നിഫ്റ്റിയിൽ ഫോമായ ക്യാൻഡിൽ ചെറിയ അപ്പർ ലോവർ വിക്കോട് കൂടിയ ഒരു ബുൾ ക്യാൻഡിലാണ്. ഒരു സമയത്ത് 5-10 ഡേ EMAകൾക്ക് താഴെയായിട്ട് ട്രേഡ് ചെയ്തിരുന്ന നിഫ്റ്റി പിന്നീട് തിരിച്ചു കയറുന്നത് കണ്ടു. ഒടുവിൽ ക്ലോസ് ചെയ്യുന്നത് 5 ഡേ 10 ഡേ EMAകൾക്ക് മുകളിലായിട്ടാണ്. ഇനി നമ്മൾ അപ്സൈഡിൽ ശ്രദ്ധിക്കേണ്ടത് 22,651 ഈ ഒരു ലെവലിലാണ് 20 ഡേ EMA ഉള്ളത്. കൂടാതെ മാർച്ച് 10-ാം തീയതിയിലെ ഹൈ ആയിട്ടുള്ള 22,675 അപ്സൈഡിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ലെവൽ തന്നെയാണ്. ഇത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നിഫ്റ്റി പ്രധാനപ്പെട്ട ഒരു സോണിലേക്ക് എൻ്റർ ചെയ്യുകയാണ്. 22,700 മുതൽ 800 വരെയുള്ള ആ ഒരു സോണിലേക്ക് എത്തും. സപ്പോർട്ടായിട്ട് നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്നത് 22,250 മുതൽ 22,300 വരെയുള്ള ആ ഒരു ലെവലുമായിരിക്കും. അതിന് മുകളിലായിട്ട് ഇന്നലത്തെ ഹൈ 22,315 ഒരു സപ്പോർട്ട് സോൺ തന്നെയാണ്. അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും മുഡ് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. കോൾ സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 23,000 അതിനുശേഷം 23,500 സ്ട്രൈക്കും അതിനുശേഷം 22,700 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 22,000 അതിനുശേഷം 22,200 സ്ട്രൈക്ക് അതിനുശേഷം 22,300 സ്ട്രൈക്കിലുമാണ്. വീക്കിലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 22,300 റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 22,700 അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങൾ നോക്കാം. അതുവഴി ഇപ്പോൾ ബുൾസിനാണോ ബിയേഴ്സിനാണോ കൂടുതൽ മുൻതൂക്കം കിട്ടുന്നത് എന്നും നോക്കാം. 22,400 സ്ട്രൈക്കിൽ 5% വർധനവ് കാണാം. പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പാണ്. കോൾ സൈഡിൽ 14% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പ് കാണാം. 22,450 സ്ട്രൈക്കിൽ 26% വർധനവ്, പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്. 155% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പ് കോൾ സൈഡിലും കാണാം. 22,350 സ്ട്രൈക്കിൽ 21% വർധനവ്, പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്. കോൾ സൈഡിൽ 42% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പും കാണാം. ഈ 3 സ്ട്രൈക്കും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള കോൾ സെല്ലേഴ്സ് തന്നെയാണ് നല്ല ശക്തിയോടെ നിൽക്കുന്നത് എന്ന് തന്നെയാണ് കാണുന്നത്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 47,884 363 പോയിന്റ്സ് ഇടിഞ്ഞാണ് ബാങ്ക് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്.
ബാങ്ക് നിഫ്റ്റിയുടെ ഇന്നലത്തെ ഇടിവിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ ഇടിവ് തന്നെയായിരുന്നു. 27% ഇൻഡസ്ഇൻഡ് ബാങ്ക് ഇന്നലെ ഇടിഞ്ഞത്. ഇന്നലത്തെ ഇടിവോടുകൂടി ബാങ്ക് നിഫ്റ്റി 9 മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ ഇന്നലെ ഒരു ഡോജി ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. കൂടാതെ ഇന്നലെ ഒരു ബിയറിഷ് ഗ്യാപ്പ് ഏരിയ കൂടി ബാങ്ക് നിഫ്റ്റിയിൽ ഫോം ആയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ അത് ഫിൽ ചെയ്യും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഡൗൺ സൈഡിൽ അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 47,204 അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. കോൾ സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 52,000, അതിനുശേഷം 49,000 സ്ട്രൈക്ക്, അതിനുശേഷം 50,000 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 48,000, അതിനുശേഷം 46,000 സ്ട്രൈക്ക്, അതിനുശേഷം 47,000 സ്ട്രൈക്കിലുമാണ്. മന്ത്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 49,000, സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 48,000. ഇന്ത്യ വിക്സിലേക്ക് തുടർച്ചയായ രണ്ടാമത്തെ ദിവസമാണ് ഇന്ത്യ വിക്സ് പോസിറ്റീവിൽ ക്ലോസ് ചെയ്യുന്നത്. കൂടാതെ 14 മുകളിലായിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. 0.63% നേട്ടത്തിലാണ് ഇന്ത്യ വിക്സ് വൈൻഡപ്പ് ചെയ്തിട്ടുള്ളത്. ഇന്ന് നമ്മളിവിടെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിൻറ്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും അത് റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് അതിവിടെ ഷെയർ ചെയ്തിട്ടുള്ളതും. ഇനി ആർക്കെങ്കിലും ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മളൊരു ലിങ്ക് നൽകിയിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് പുതിയൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.